എടി കൃഷ്ണേ, നിന്റെ തലയിൽ നിറച്ച താരനാട്ടാ. അത് ഈ ടെൻഷൻ കൂടിയ താരം കേറുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പച്ചി. അതിന് ഈ ജോലിയും കൂലിയും ഇല്ലാത്ത കൃഷ്ണേച്ചിക്ക് എന്താണ് ടെൻഷൻ? എടാ നാളെ ഇങ്ങനെ വെറുതെ ഇരുന്ന് തിന്നാന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷൻ ആയിരിക്കും അല്ലേടി? അതൊന്നും അല്ല, എന്റെ ചേച്ചി അനിയന് വഴിതെറ്റി പോകുമോന്നുള്ള ടെൻഷനാ. അയ്യോ, അതാലോചിച്ച് ടെൻഷൻ അടിക്കണ്ടാട്ടാ. ഒരു ഡീസന്റ്. ആഹാ, വന്നല്ല നേരെ വഴിക്ക് നടക്കണ സൽപുത്രൻ. നേരെ വഴിക്ക് പോണവരെ വളഞ്ഞ വഴി കൂടെ വിടുന്ന മുതല്. എന്റെ പൊന്നു കുരിപ്പ് വലിയ ഉണ്ടായി കേട്ടോ. ഞാൻ മിണ്ടാണ്ടിരുന്നോളാ, പക്ഷെ കൃഷ്ണേച്ചി എന്നെ വിളിക്കണ പോലെ എന്നെ കുരിപ്പിന്ന് വിളിക്കരുതേ. വിളിക്കൂല, മിണ്ടായിരുന്നാ മതി. അല്ല, നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിലേ നമ്മുടെ പഴയ 5 രൂപയുടെ നോട്ടുണ്ടോ? 5 നോട്ടൊക്കെ ഉണ്ടോ? ചില്ലറ മാത്രമേ ഇല്ലുള്ളൂ. അപ്പുണ്ണി, നിനക്ക് എന്തിനാണ് 5 രൂപയുടെ നോട്ട്? ചേച്ചി, നമ്മുടെ ഓൾഡ് ഈസ് ഗോൾഡ് ബുക്ക് ക്ലബിലെ നാളെ അവിടെ ഒരു പരിപാടിയുണ്ട്. നമ്മൾ പഴയ 5 നോട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് 50 രൂപ തിരിച്ചു കിട്ടും. 50 രൂപ തിരിച്ചു കിട്ടുമോ? നാളെ സഞ്ജു കുറച്ച് കോശം ഉണ്ടാക്കും. അല്ല, അപ്പൊ നീ കുട്ടമാമന്റെ വീട്ടിലെ കല്യാണത്തിന് വന്നില്ലേ? ഏത് കുട്ടമാമൻ? എടാ, ആദ്യ ഒരു ദിവസം ഇവിടെ കല്യാണം വിളിക്കാൻ വന്നില്ലേ? എനിക്കൊന്നും പറയാൻ വയ്യ. കുട്ടമാമൻ ആരെ? കുട്ടമാമൻ ഏത്? ഈ കുട്ടമാവെന്ന് വെച്ചാ നമ്മുടെ ഒക്കെ ഒരു റിലേറ്റീവാ. എനിക്കൊന്നും പറയാൻ വയ്യ റിലേറ്റീവിനെ. അല്ല, അപ്പൊ ഇത് ശരിക്കും ആരുടെ കല്യാണ? കുട്ടമ്മാമ്മയുടെ മോളുടെ മോന്റെ കല്യാണം. അല്ല, ഈ കുട്ടമാമൻ ആരാണ്? കുട്ടമാമ. അത് ശരി. അപ്പൊ ബന്ധമൊന്നും അറിയാതെ എല്ലാം കൂടെ എഴുന്നള്ളി പോവല്ലേ കല്യാണം കൂടാൻ? അതൊന്നല്ല, കുട്ടമാമനെ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്നതാ. അതേടാ, കുട്ടമാമനെ അപ്പച്ചീനെ ഒരുപാട് എടുത്തു നടത്തിയിട്ടുണ്ട്. അത് മാത്രമല്ലടാ, കുട്ടമ്മാമ്മയുടെ മോളില്ലേ, അവളും ഞാനും കഞ്ഞി കറിയും വെച്ച് കളിച്ചിട്ടുണ്ട്. ഉള്ളത് പറഞ്ഞ ആർക്കും ഒരു ബന്ധം അറിയാൻ ഓസിന് ഫുഡ് അടിക്കാൻ പോവാന്ന് പറ. നാണക്കേടാ. അയ്യയ്യേ. ആടാ, ഞങ്ങൾ ഫുഡ് അടിക്കാൻ തന്നെ പോണേ. ഞങ്ങള് പരിപ്പും സാമ്പാറും പായസവും എല്ലാം മിക്സ് ചെയ്ത് ഞങ്ങൾ കഴിക്കും. എനിക്കെന്നാ? ഞാനാ ടൈപ്പല്ല. നാണം കെട്ട ഏർപ്പാട്. വിളിക്കാത്ത കല്യാണത്തിന് പോയി, അതും ബന്ധം അറിയാതെ പോയി. വേണ്ട, വരണ്ട. വരുന്നില്ല. ഞാൻ പോയി നാളെ കുറച്ച് കാശ് ഉണ്ടാക്കട്ടെ. നിങ്ങളൊക്കെ നാണം കെട്ട് പോയിട്ടു. നാണം കെട്ടോ. ഇവരെന്താണ്? അല്ല, പക്ഷെ ശരിക്കും ഇയാൾ ആരാണ്? നിങ്ങക്ക് കല്യാണത്തിന് വന്നാ പോരെ, വേറെ അന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും. ഞങ്ങൾക്ക് കല്യാണത്തിന് വരാൻ പറ്റൂലല്ലേ? അപ്പച്ചില്ലേടി, ധൈര്യമായിട്ട് പോര്. ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ ഞാനില്ല കേട്ടോ. നീ വരണ്ട. അപ്പൊ നമ്മള് അടിപൊളിയായിട്ട് നാളെ കല്യാണത്തിന് പോണ്. പൊളിക്കും. അധ്യാപകർക്ക് സംരക്ഷണം. ഇത് മുഴുവൻ തല്ലും പിടിയൊക്കെയാണല്ലോ. ഒറ്റ സിനിമാ പരസ്യം ഇല്ലേ? സിനിമയൊന്നും ഇറങ്ങുന്നില്ലേ? വിവാഹത്തിന് എന്നാ എത്ര തവണ നിങ്ങളെ ഫോണിലോട്ട് ഞാൻ പിടിച്ച് ഫോണൊന്നും എടുക്കണ്ടേ? അയ്യോ, ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചിരിക്കുക. എന്റെ പ്രകാശ്, നാളെ ആ ബോംബെ ടീം സ്ഥലം കാണാൻ വേണ്ടി വരില്ല. അതിന്റെ പ്ലാനിങ് വേണ്ടേ? അയ്യോ, നാളെയാണ് അവര് വരുന്നത്. അയ്യോ, മറ്റേ പുത്തൂരെ കുട്ടമ്മാവന്റെ വീട്ടിലെ കല്യാണ. എനിക്കതിന് പോകാതിരിക്കാൻ പറ്റുകയില്ല. എന്റെ പ്രകാശ്, അവർ വരുമ്പോ നിങ്ങളില്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ ശരിയാവും? അത് കുഴപ്പമൊന്നുമില്ലെന്നേ. ഈ കല്യാണം എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലടാവേ. മാറ്റാൻ പറ്റുമോ? കല്യാണം പോക്ക് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് വിവരം ബോധമൊന്നുമില്ല. കല്യാണം നാളെ ആയിട്ട് നാളെ അല്ലാതെ പിന്നെ എന്ന് പോലാ. അവർ വരുമ്പോഴാണെങ്കിൽ എനിക്കാണെങ്കിൽ ഹിന്ദി അറിയാൻ പാടില്ല. എങ്ങനെ കാര്യങ്ങൾ ഡീൽ ചെയ്യും? പിന്നെ ഹിന്ദി അറിഞ്ഞിട്ടല്ലേ ഈ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. അവിടെയൊക്കെ മുഴുവൻ ഹിന്ദിക്കാരല്ലേ വിളമാദിക്കുന്നത്. നീ അഡ്ജസ്റ്റ് ചെയ്യാറില്ലേ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. വല്ലതൊക്കെ പറയണടാ. അങ്ങനെ അങ്ങ് തട്ടിവിടാം അല്ലേ? പിന്നല്ലാതെ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് നോക്കാം. എന്റെ ഹിന്ദി ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹിന്ദിക്ക് എനിക്ക് 20 മാർക്കുണ്ടായിരുന്നു. അത് മതി. എത്ര അക്ഷരം ഉണ്ടെന്ന് അറിഞ്ഞാൽ മതി. അതങ്ങോട്ട് വച്ച് കീറിയാൽ മതി. അത്രേ ഉള്ളൂ. നീ ഇങ്ങനെ കഥയൊന്നും പറഞ്ഞിരിക്കല്ല. നാളെ നിങ്ങളുടെ അമ്മ കല്യാണത്തിന് വരുന്നില്ല എന്നാ പറയുന്നത്. അമ്മ കല്യാണത്തിന് വരുന്നില്ലെന്നോ? അതെങ്ങനെ ശരിയാവും? എനിക്കെങ്ങനെ അറിയാനാ? വരുന്നില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞിരിക്കുവാ ഇപ്പൊ അവിടെ. എന്തൊരു കഷ്ടമായത്. പ്രകാശി, ഇപ്പൊ അമ്മയെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ ബന്ധുക്കൾ ചോദിക്കുകയല്ലേ മക്കൾ എന്നാ ചെയ്യണേന്ന്. അപ്പൊ കുണം പിടിച്ചില്ലാന്ന് എങ്ങനെ പറയാൻ പറ്റുമോ അമ്മയ്ക്ക്? നീ എന്ത് വർത്താനാടാ പറയുന്നത്? അല്ല, ഞാൻ എൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞതാ. നിന്റെ വീട്ടിലെ വർത്താനം നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഇവിടെ പറയണ്ട. അല്ല, അത് വേണുകൂട്ടം പറഞ്ഞത് കാര്യം. എന്ത് കാര്യം? അല്ല, നാളെ അഥവാ അമ്മ കല്യാണത്തിന് വന്ന കുടുംബക്കാരൊക്കെ ചോദിക്കത്തില്ലേ മക്കളൊക്കെ എന്തായിന്ന്? അമ്മ പറയണം നല്ല രീതിയിലാണെന്ന്. എങ്ങനെ പറയൂ? ഗുണം പിടിച്ചിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ അമ്മ എങ്ങനെ പറയൂ അത്? ഞാൻ നല്ല പോലെ ഗുണം പിടിച്ച് തന്നെ ഇവിടെ ജീവിച്ചോണ്ടിരുന്നത്. അപ്പോഴാ നിന്നെ ഇടുത്തി പോലെ എന്റെ തലയിലോട്ട് കെട്ടിവെച്ച്. അന്ന് തുടങ്ങി അടി എന്റെ ഈ ഗുണമെല്ലാം പോയത്. അല്ല, നിങ്ങൾ നേരെ ചൊവ്വേ ജോലിക്ക് പോയതിന് എന്റെ പെരട്ടിക്ക് കയറിയിട്ട് എന്താ കാര്യം? ചേച്ചി, അത് പറയരുത്. ബ്രോക്കർ പണി അങ്ങനെ തീരെ മോശം പണിയൊന്നും അല്ല കേട്ടോ. ബ്രോക്കർ പണി മോശാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തുവാ പറഞ്ഞേ? ബ്രോക്കർ പണിക്ക് പോയിട്ട് പണി വാങ്ങലല്ലേ നിങ്ങളെ പണി?
പ്രകാശി അത് വീടേ അവർ പറഞ്ഞതെല്ലാം ഏറ്റുപിടിക്കാൻ പോലെ നാളത്തെ നമ്മുടെ ആ ബോംബെ കച്ചവടം നടക്കുമ്പോൾ ചേച്ചിക്ക് മനസ്സിലാവും നമ്മുടെ വില എന്താന്നുള്ളത്. ഇത് ഞാൻ കുറേ കേട്ടതാ. നീ എന്തോന്ന് കേട്ടെന്നാടി പറയുന്നത്? നിനക്ക് എന്തോ അറിയാം. ചുമ്മാ കഴിഞ്ഞ് കലിബലി കലിബലി കലിബലി. എങ്ങനെ സഹിക്കണത്? ആ ഗതി അതായി പോയി. നീ ചെന്ന് അമ്മ ഒന്ന് സോപ്പിട്ട് ശരിയാക്കി എടുക്കാൻ നോക്ക്. പോ, ഇവിടെ കുറ്റിയടിച്ച് നിൽക്കാതെ. ഇവിടെ കുറ്റിയടിച്ച് നിങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവൂല. അകത്ത് വന്ന് ചോദിക്കണം അമ്മ എന്താ വരാത്തേ കല്യാണത്തിന് എന്ന്. എന്നാ അവിടെ പോയി നിങ്ങൾ ആദ്യം ചോദിക്കും പ്രകാശി, അമ്മയുടെ പ്രശ്നം എന്താന്ന് ചോദിക്കും. ചെല്ല്. നീ കൂടെ വാ. അയ്യോ ഞാൻ വന്നില്ല. എന്റെ തലവട്ടം കണ്ട ആ പുള്ളിക്കാരിക്ക് പിന്നെയും പ്രശ്നം കൂടും. അല്ലെങ്കിൽ നീ വരണ്ട, വാ. ചെല്ല്. പോയിട്ട് വരാം. ആ ചെല്ല്. നാളത്തെ ബോംബെ എങ്ങനെയാവും എന്തോ. ഇതേ ആ തള്ളക്ക് എന്നത്തിന് കേടാന്നറിയോ? നല്ല തല്ലു കൊള്ളാത്തതിന്റെ കേടാ. കല്യാണത്തിന് വന്നില്ല പോലും. നാളെ ഞാൻ ഈ ഹിന്ദി പറഞ്ഞ് എങ്ങനെ ഈ കച്ചവടം ഒപ്പിക്കും എന്നുള്ളതാണ്. നോക്കാം.